മലയാളി പെണ്ണേ മലയാളി പെണ്ണേ നിന്റെ മുഖശ്രീലായിരം പൂവിരിയും സിന്ദൂര സൂര്യോദയം പാദസരം കിലുങ്ങുന്ന പാദങ്ങളിൽ മലയാളി പെണ്ണേ നിന്റെ മുഖശ്രീലായിരം പൂവിരിയും സിന്ദൂര സൂര്യോദയം Milma presents Fira Food Celebrity Kitchen Magic Season 3. Powered by Amritaveni KSFE, Bima Jewellers, Pankaj Agasturi Ortha Herb And Kerala Bank. ഇന്ന് നമ്മളൊരു ആഘോഷത്തിന്റെ നിറവിലാണ്. അതെ. കാരണം നമുക്കറിയാം നമ്മുടെ ഭാരതത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള സംസ്കാരങ്ങൾ നമ്മളെപ്പോഴും സാജാത്യ വൈജാത്യങ്ങളുള്ളവരാണ്. നമ്മൾ ഈ നാനാത്വത്തിൽ ഏകത്വം എന്നൊക്കെ പറഞ്ഞു നമ്മുടെ നാടിന്റെ പല ഭാഗത്തെയും കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു എപ്പിസോഡാണ് ഇന്ന് നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കായി സമ്മാനിക്കുന്നത് അല്ലേ? അതർ സ്റ്റേറ്റ് അതർ നമ്മൾ തുടക്കമായിട്ട് ഒരു കേരളീയ വേഷത്തിലേക്ക് അതെ 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 നമ്മൾ മലയാളികൾ ആളുകളുണ്ട്. പക്ഷെ നമ്മുടെ ഇനി വരാൻ പോകുന്ന നമ്മുടെ താരങ്ങളെല്ലാം വരുന്നത് ഓരോ സംസ്ഥാനത്ത് പ്രതിനിധീകരിച്ചാണ്. ആരെയൊക്കെ അനീഷായിട്ട് ഇറക്കാൻ പോണേ? എല്ലാരും ഇറക്കും. എല്ലാരും ഉണ്ട്. ആകെ 3-4 പേരല്ലേ ഉള്ളൂ. അപ്പൊ 4 സ്റ്റേറ്റ് വരും. അതെ. അപ്പൊ നമുക്ക് ഇറക്കിയാലോ? ഇറക്കാം. സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം. ക്ഷമിക്കണം, തമിഴ്നാട്ടിൽ നിന്ന് വന്ന സുഹൃത്തിന്റെ മുണ്ടുരിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ ഞങ്ങളത് ഞങ്ങളുടെ സ്വന്തം മാനം മാറ്റി വെച്ചുകൊണ്ട് എല്ലായിടത്തും ചൊറി. എന്താ പ്രശ്നം? തളപതി ഫാൻസിനാണ് നിങ്ങൾ കളിയാക്കണം കേട്ടോ. തളപതി ഫാൻസ് നോട്ട് ചെയ്തു. എന്റെ പാവാട ഇല്ലെങ്കിൽ മുണ്ടിൽ കാണേണ്ടി വന്നത്. പാവാട കൊണ്ട് മാനം മറച്ചവളാ. അതെ. മറിക്കുന്ന എന്റെ അപ്സര വരൂ. എടാ ഇനി എന്താ ഉണ്ടാക്കാൻ പോണെ? സഹോദരന്മാരെ പോലെയാണ് തമിഴ്നാടും കേരളവും. ഒരേ ഒരു ഇന്ത്യ. ഞാനുണ്ടായിരുന്നു. അല്ല എന്താ ഉദ്ദേശിക്കുന്നത്? എന്താ പറയാ? നിങ്ങൾ ഏത് ഫുഡ് ഉണ്ടാക്കാൻ പോന്നെ? പാർട്ടിലേ சொன்னா அத கேட்கவே இல்ல. ஒரு வாட்டி முடிவு பண்ணிட்டேன்னா ஏன் பேச்சு நானே രാത്രിയെ എന്താ പറഞ്ഞത്? നീ പോലും കേൾക്കൂലേ? അവിടെ പോയി ഞങ്ങൾ വലിയ കുഴപ്പമൊന്നുമില്ല. ചെറിയ ബാടി നാദ്രേ. ബാ നാദ്ര പോട്ടെ. ഞാൻ അങ്ങോട്ട് ബൈ ബൈ. അവരുടെ പാട്ടില് പൊങ്കലുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഊഹിച്ചെടുക്കണം അവരുണ്ടാക്കാൻ പോകുന്ന പൊങ്കലാണെന്ന്. ശരിയാ? നല്ല വെച്ചോ. ശരി, പൊങ്കൽ ഉക്കാർക്ക് அமைதி உட்காரு. அடுத்த ஆளை விളിக்கட்டுமா? அடுத்த ஆளை கூப்பிட போறேன். கூப்பிடு. சரி, அமைதியா உட்காருங்க. ரெடி? ரெடி. அப்ப എന്തായാലും
നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന തമിഴ്നാട്ടിൽ നിന്ന് പോക്കരികൾ എത്തിയിട്ടുണ്ട്. പോക്കരി പൊങ്കൽ ഉണ്ടാക്കാനായിട്ട് അടുത്ത സ്റ്റേറ്റ് ആയത് നമുക്ക് നോക്കാം. നമുക്ക് ಸಿಂಗಾರ ಸಿರಿಯೇ ಅಂಗಾಲಿನಲೆ ಬಂಗಾರಗೆ ಮಾಯೆ ಗಾಂಧಾರಿಯಂತೆ ಕಣ್ಮುಚ್ಚಿ ಹೊಂಗನ ಸರಸ ಛಾಯೆ ಮಂದಹಾಸ ಅಹನಲುಮೆಯ ಶ್ರಾವಣ ಮಾಸ ಕರೆಂಟ್ ಆಯ್ತಾ ಐಸ ಪಿಕ್ಚರ್ ನಡೀತಾ ಉಂಟಲ್ಲ ಶಿವ ಓ ಲೀಲಾ ಇದು ಶಿವಲಿಲ್ವಾ അപ്പൊ ഇന്ന് നിങ്ങൾ ഏത് സ്റ്റേറ്റിനെ പ്രതിനിധീകരിച്ചാണ് നിൽക്കുന്നത്? കൂർഗ് കർണാടക. കർണാടക. അപ്പൊ ഇന്ന് ഏത് ഡിഷിന്റെ ഏത് ഡിഷാ ഉണ്ടാക്കണേ? ഇന്ന് കർണാടകയുടെ അവിടുത്തെ ഏറ്റവും സ്റ്റേപ്പിൾ ഫുഡ് എന്ന് വേണമെങ്കിൽ പറയാം ബിസിബെലെ പുളിയന്ന അല്ലെങ്കിൽ ബിസിബെലാബാദ്. ഓക്കെ, തൽക്കാലം പ്രശ്നം അടുത്ത ടീമിൽ വിളിക്കാം. അടുത്ത ഏത് സംസ്ഥാനമാണ് വരുന്നത് നോക്കട്ടെ. അതെ, ഓക്കെ. അപ്പൊ തമിഴ്നാടും കർണാടകയും വന്നു. ഇനി അടുത്തതാരാ നോക്കാം. നോക്കാം. ഓക്കെ, എനിക്ക് ആദ്യത്തെ ആ ഒരു സംഭവം ഇഷ്ടപ്പെട്ടത്. ചേച്ചി കളിച്ചിട്ട് ഇവ അനങ്ങാപ്പാറവലോടെ നിന്നല്ലോ. അപ്പൊ ചേച്ചി ഇങ്ങനെ കഴിഞ്ഞു കൊടുക്കും. അല്ല ഞാനേ ഇത് വേറെ ഒന്നും ചേച്ചി പറഞ്ഞു ഞാൻ കളിക്കണ പോലെ കളിച്ചാന്ന് പറഞ്ഞു. ഇങ്ങനെ ഇവിടെ നിന്ന് ഒരു സ്റ്റെപ്പ് കാണിച്ചിട്ട് പോയി. പക്ഷെ അവിടെ ചെന്നപ്പോ ചേച്ചി വേറെ സ്റ്റെപ്പ് കാണിച്ചു. അപ്പൊ ഞാൻ ഡൗട്ട് അടിച്ചു. അപ്പൊ വിശ്വാസവഞ്ചന കാണിച്ച ചേച്ചിയാണ്. അങ്ങനെയല്ല, പാട്ടിൽ ഞങ്ങൾ അങ്ങനെ നോക്കിയിട്ടൊന്നുമില്ല, സ്പോട്ടിൽ ചെയ്തതാണ്. എങ്ങനെ വരണു അതുപോലെ ബാക്കിയുള്ള എല്ലാരും റിഹേഴ്സലൊക്കെ എടുത്തു. നമ്മളൊന്നുമില്ല, നേരെ വന്ന് എന്തൊക്കെയോ കാണിച്ചു. ഒരു സാധനം കയ്യിലിട്ട് തന്നിട്ടുണ്ട്. എന്താണോ റിഹേഴ്സലിന് ആവശ്യമില്ല. നിങ്ങൾ ഈ ഡ്രസ്സും ബാക്കി എൻട്രി തന്നെ പാവക്കുട്ടി പോലെ ഉണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും നന്നായിരിക്കുന്നു. പക്ഷെ ഇത് അനീഷേട്ടനെ പറയാൻ വിട്ടുപോയി. അനീഷേട്ട ഗംഭീരമാണ്. അല്ല, വേറെ കാര്യം നമ്മുടെ അപ്സരയില്ലേ, സത്യം പറഞ്ഞ ഭയങ്കര സിമ്പിൾ എലഗന്റ് ആയിരിക്കുന്നു ഡ്രസ്, അതിനനുസരിച്ച് ഓർണമെന്റ്സ്. പക്ഷെ ഇതിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ മണിയാണ്, ഈ മുത്ത്. ഇതുണ്ട്, നിങ്ങൾ എന്തുകൊണ്ട് ഇത് എടുത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കുക. നമ്മുടെ ഷെഫ് എപ്പോഴും നമ്മളെ ചീത്ത പറയുന്നുണ്ട്, നിങ്ങൾക്ക് അറിയുന്ന സാധനങ്ങൾ ഉണ്ടാക്കൂ, അറിയാത്ത സാധനങ്ങൾ ഉണ്ടാക്കി കുളമാക്കണ്ടെന്ന് എപ്പോഴും പറയുന്നുണ്ട്. അപ്പൊ പാലക് പനീർ ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്നുണ്ട് വീട്ടിൽ മോന് വേണ്ടി. അപ്പൊ ഞാൻ വിചാരിച്ചു അറിയുന്ന സാധനമല്ല, അപ്പൊ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അല്ല, അപ്പൊ അതിന്റെ മൂല സ്ഥാനം തേടിപ്പോയപ്പോ ആരാണ്? പഞ്ചാബ്. അങ്ങനെ ഞങ്ങൾ പഞ്ചാബ് എടുത്തു. പാലക് പനീർ.
അപ്പൊ തമിഴ്നാട് വന്നു, ആ. കർണാടക വന്നു, പഞ്ചാബ് വന്നു. ഇനി ആരാ ആരാ വരട്ടെ? साड़ी के फॉल सा कभी मैच किया रे, कभी छोड़ दिया दिल, कभी कैच किया रे। साड़ी के फॉल सा कभी मैच किया रे, कभी छोड़ दिया दिल, कभी कैच किया रे। टच करके टच करके टच करके टच करके कहाँ चल दी बच करके टच करके टच करके टच करके दिल से दिल अटैच किया रे, कभी छोड़ दिया दिल, कभी कैच किया रे। साड़ी के फॉल सा कभी मैच किया रे, कभी छोड़ दिया दिल, कभी कैच किया रे। എന്റെ പൊന്നെ ഇതേപോലെ തട്ടി വിടാന് അഭിനയിച്ചു മറിച്ചുള്ള ചേച്ചി പൊളിച്ച്. ദീപൻ, ഞാൻ അവിടെ നിന്ന് നോക്കുമ്പോ എനിക്ക് അനിൽ കപൂറിന്റെ ഏകദേശം ഏതോ എന്റെ കണ്ണടിച്ചേ ആ ശരിയാ അനിൽ കപൂർ ലാലേട്ടൻ അനീഷേട്ടാ ഒരു മിനിറ്റ്, അനീഷേട്ടാ കണ്ണടി മാറ്റിക്ക്. ആ ദീപ സീരിയസ്ലി ആ ട്രിം ചെയ്ത് വെച്ചിരുന്ന ആ ഒരു ലുക്ക് ഉണ്ട് കേട്ടോ. ഇതുവരെ തോന്നിയിട്ടില്ല, പക്ഷെ എനിക്ക് ഇപ്പൊ ചേച്ചി കണ്ടപ്പോ ചേച്ചിയെ കണ്ടപ്പോ മറ്റേ പറക്കത്തളിയിലെ അല്ല. ഇഡലി ഗർഭ ബട ഗർഭ ദോശ ഗർഭ അല്ല 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 അല്ല. പാർട്ണറായിട്ട് എന്നെ കളിയാക്കല. ഇല്ല ഇല്ല പാർട്ണർ നമ്മൾ എപ്പോഴും സപ്പോർട്ട് ചെയ്യണം, പിന്നിന്ന് ചവിട്ടണം. അല്ല 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 എനിക്ക് ചേച്ചി ശരിയല്ല. ചേച്ചി ഈ പാട്ട് കളിക്കുമ്പോൾ റിഹേഴ്സൽ എനിക്ക് രണതുങ്കേറ്റ പോലെ തോന്നി. ശ്രീലങ്കൻ പ്രസിഡന്റ് ആ, ഊ. രണതുങ്കൻ. ഇല്ല ഞാൻ ശ്രീദേവി എന്തെങ്കിലും ചെയ്യും ഞാൻ. എനിക്ക് വയ്യ. ഇന്ന് മൊത്തം ജനറൽ അതെ. നോളജ് വാരി എറിയ. പണ്ടത്തെ പവർഫുൾ ലേഡി ആ പവർഫുൾ ലേഡിയാ. അതോ അയ്യോ നന്നാ അയ്യോ നോക്ക് ഒന്ന് കാണിച്ചു. Oh, what a powerful lady. I accept it. ചേച്ചി എന്ത് വിഭവം നിങ്ങൾ ചെയ്യാൻ പോകുന്നത് ദീപൻ? കാല ചിക്കൻ കാല ചിക്കൻ കാല ചിക്കൻ. കാല പക്ഷേ ചിക്കൻ. കറുത്ത കറുത്ത ചിക്കൻ അപ്പൊ കരിങ്കോഴിയാണ്, പക്ഷെ നമുക്ക് ഇവിടെ കരിങ്കോഴി Available അല്ല. കിട്ടൂല. ഉള്ളത് വെച്ച് നമ്മളൊരു കാലയാക്കാന്ന് വിചാരിച്ചു. അതെല്ലാം ഇവിടെ കാലിയാക്കി തന്നാൽ മതി. കൊലയാക്കാതിരുന്നു ഷെഫ് നിങ്ങളുടെ കാലിനവൺ നോക്കിയാൽ കറക്റ്റാണ് അപ്പൊ സത്യം. മഹാരാഷ്ട്രയെ പ്രതിനിധീകരിച്ചുകൊണ്ട് യമുന ചേച്ചിയും ദീപനുമാണ്. പക്ഷെ നീ എന്നെ കാണാൻ ആരെ പോലും നീ പറഞ്ഞില്ല. ചേച്ചി കപൂർ എന്ന് പറഞ്ഞു, ബീന ചേച്ചി പറഞ്ഞ ഓക്കെ. ദേവിയാണ്, ദേവി. ശ്രീദേവി പറഞ്ഞോ ഞാൻ അനീഷിനോടാ ചോദിച്ചത്. എന്റെ ആ പറഞ്ഞു അത് സഹോദരനാണ്. അനുഷേട്ടൻ പറയണം ചേച്ചി നീ അവനെ മാത്രം അനീഷ് കപൂർ എന്ന് പറഞ്ഞു. എന്നെ എന്തിനാ പൊക്കി പറയണേ? പൊക്കി എന്തെങ്കിലും ഒന്ന് പറയാൻ പറയാതെ പോവില്ല എനിക്ക് എന്തെങ്കിലും പറഞ്ഞു വിട് അനീഷേട്ടാ. സ്ഫടികത്തിനകത്ത് ഏത് ദേവിയാ? ശ്രീദേവിയോ? ഉർവശി മറ്റേ റേബന്റെ ഗ്ലാസ് വെച്ച് വന്നില്ലേ? സന്തോഷായി ഇല്ലേ? സന്തോഷായി. Correct. മിൽമ പ്രസൻസ് ഫിറ ഫുഡ് സെലിബ്രിറ്റി കിച്ചൺ മാജിക് സീസൺ 3 Powered by അമൃതവേണി KSFE, ഭീമ ജ്വല്ലേഴ്സ്, പങ്കജ കസ്തൂരി ഓർത്തോ ഹെർബ് and ആൻഡ് കേരള ബാങ്ക്. அனைவருக்கும் தப்பு தப்பு தமிழ் தான் பேசணும். தமிழ்ல பேசுங்க. என்னடி இது திருட்டுமுண்டோ? ஆமாண்டா தமிழ் பேசு. தமிழ் தான் நம்ம பேச போறோம். ஓகே அனைவருக்கும் அனைவருக்கும் எங்களோட வணக்கம். வணக்கம். தம்பிங்களா சௌக்கியமா? எப்படி இருக்கீங்க? சௌக்கியா இருக்கண்ணா. சௌக்கியா இருக்கு. இது என்னோட புருஷன். இது என்னோட கனவி. காண்ட ஞாங்க கிளவி மாதிரி தான் இருக்கு, ஆனா என்னோட கனவி. சாரி. ஞாங்க வந்து ഓക്കെ ഓക്കെ അങ്ങേ സത്തം. ഓ നശിപ്പിച്ചത്. ഇവര് മനഃപൂർവ്വമാണ് ഞങ്ങളെ പൊളിക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ക്രിസ്ത്യന് ദിവ്യക്ക് ഒരു കുഴപ്പമുണ്ട്. ഞങ്ങൾ ജയിക്കണമെന്നുണ്ടെങ്കിൽ അവരപ്പോ പോയിട്ട് മിക്സ് അടിക്കും. ഞങ്ങൾ മാറ്റമുണ്ടേ. ഫസ്റ്റ് കിട്ടുന്നുണ്ട് ഇപ്പൊ അതാ. ஆனா இன்னைக்கு நம்ம பண்ண போறோம் என்னன்னா തമിഴ്നാടുടെ ട്രഡീഷണൽ ഫുഡ് പോക്കിരി പൊങ്കൽടാ. ആ പൊങ്കൽ അതാണ് நான் வைக்கும்போது போக்கிரி பொங்கல். ആ പാട്ടിൽ ആ പൊങ്കൽ ഇത് പൊങ്കലാണ്. பொங்கல் வந்து தமிழ்நாடோட ஒரு ஃபெஸ்டிவல் தான்.
യെസ് അത് ഫെസ്റ്റിവൽ ഇത് വന്ന് இங்க கேரளத்துல ஒரு ஃபேமஸான காட்சி இருக்கு എന്ത് பொங்கல் പൊങ്കലാ ஆட்டுக்கால் பொங்கல் അത് വേറെ ഇത് വേറെ அது வந்து അപ്പൊ നമ്മൾ ஆனா டைம் வேஸ்ட் பண்ணாத நமக்கு ஸ்டார்ட் பண்ணலாமா എപ്പ വന്ന് നമ്മ என்னடி சித்திரமே அம்புலே குத்து നശിപ്പിച്ച എന്റെ മുടിയൊക്കെ ഇത് தமிழ் தான் பேசணும் தமிழ் தான் பேசணும் ഇതൊരു என்ன பண்ணிட்டு இருக்கீங்க? പെട്ടിയായിട്ട് ഉരുണ്ട് വരുന്നതൊക്കെ തമിഴ്. സോറി ഇതെന്ന് വന്ന് പെട്ടിയായിട്ട് ഉരുണ്ട് വരുന്നത് പോലെ തോന്നിയേക്കാം ബട്ട് അല്ലേ ഇതെന്നൊരു വിഗ് എക്സ്റ്റൻഷൻ ഇത് വന്നിട്ട് ஃபுல் ஃபுல் ആർട്ടിഫിഷ്യൽ சொல்லு തിരിഞ്ഞു കാണിച്ചേ இது வந்து ஃபுல் ஆர்டிஃபிஷியல் இந்த பாடியும் ஆர்டிஃபிஷியல் தான் குத்தி இருக்கு എന്തൊക്കെയോ കുത്തി இருக்கு குத்தி நீ அங்க கொஞ்சம் குத்தி இருக்குடி ஓகே ஓகே நம்ம அதுக்கு முன்னாடி இவளோட ஃபோன் சைன் பண்ணணும் முட்டாள் அவளோட ரெண்டாவது புருஷன் தான் கால் பண்ணிட்டு இருக்கு அண்ணா அண்ணா யாரு உன்னோட ரெண்டாவது புருஷனா அல்லது சின்ன வீடு நீங்க வந்தன பெரிய வீடு ஓ பெருசா இருக்கிறதுனாலயா അല്ലേ അല്ലേ ആദ്യം കല്യാണം பண்ண കണവൻ ഇത് വന്നിട്ട് എന്നോട് സ്റ്റെപ്പിനി ഓക്കെ ஆனா நம்ம வந்து இதுக்கு வந்து பிரதானപ്പെട്ട രണ്ട് വിഷയം പച്ചപ്പരിപ്പ് പച്ചരി மலையாளத்துல வந்து பச்சை அரின்னு சொல்லுவாங்க അറിയില്ല പച്ചരി വന്നിട്ട് 1.5 കപ്പ് പച്ചരി இந்த കുക്കർക്ക് പോടണം ഇത് വന്നിട്ട് പരിപ്പ് പരിപ്പ് കുത്തി പാൽച്ചോറാക്കി നാനും ഇതുമുണ്ട് സിദറപ്പന്റെ പേരെന്നോട് കർണൻ അല്ലെങ്കിൽ നെപ്പോളിയൻ போடுங்க സോറി ഇത് വന്ന് പറഞ്ഞു കൊടുക്ക് இது வந்து பருப்பு പരിപ്പ് എന്നാ പരിപ്പ് என்ன வேணா പയറ് പരിപ്പ് ഡാല് போடுங்க എന്തോ ഒരു ഡാല് எவ்வளவு வெள்ளம் தேவை ഒരു 4 കപ്പ് വെള്ളം വേണം 4 கப் எப்படி தெரிய முடியும் അത് വന്ന് போடுங்க மாப்பிளை போடு போடி கிண்டி இது வந்துட்டு க்ளோஸ் பண்ணணும் இருக்கு அப்படியா அதான் என் பொண்டாட்டி என் பொண்டாட்டி தானே ஆமா பாருங்க பாத்திரம் சூடு பண்ணும்போது 2 டேபிள் ஸ்பூன் நெய் இருக்கு ஏன் அண்ணாச்சி குருமுளகு போடணும் போடுங்கோ ഞാൻ வந்து வசக்கா அதுக்கு சேர்த்து கொஞ்சம் ஜீரகம் போடணும் எஸ் போடுங்கோ அதுக்கப்புறம் தான் நீ கொஞ்சம் கிண்டுங்க നീ മാറി നിൽക്കുങ്കോ கிண்டி பண்ணு ഇതൊരു മാതിരി ബാംബോ ബോയ്സിലെ അവര് പ്രത്യേക ഭാഷ കണ്ടുപിടിച്ചെനക്കുണ്ട് അപ്പം ഇത് കൊഞ്ചം വന്നിട്ട് கொஞ்சம் കളർ ചേഞ്ച് ആയിട്ട് இதாய்க்கு அப்புறம் நம்ம வந்து கொஞ்சம் இஞ்சி போடணும் அதோட சேர்த்து கொஞ்சம் പച്ചമുളക് ഒരു തമിഴ് ഇருக்கு ഇത് വന്ന് 2 വിസിൽ അടിച്ചിருக்கு ഇത് വന്നിട്ട് ഏകദേശം വിസിൽ അടിച്ചിருக்கு ഇത് വന്നിട്ട് കൊഞ്ചം മൂത്തിருக்கு യാർക്ക് പോടുങ്കോ ഇവിടെ വെച്ചിരുന്ന കശുവണ്ടി പാതി ഇവന്റെ വയറ്റിലാ പോയി இதோட சேர்த்து தமிழ் தான் பேசணும் நீ என்ன ஊரு ഞാൻ വന്ന് തെങ്കാശി നീ വന്ന് മദുരാശി நான் வந்து சென்னை கோடம்பக்கம் தான் போடுங்கோடா இதோட சேர்த்து கேஷ்யூ போடணும் அதோட சேர்த்து கருவேப்பிலை போடணும் அது ஃப்ரை பண்ணுங்க இதோட சேர்த்து தான் காயப்பொடி போடுறோம் ஓகே போடுங்க மாப்பிளை அதோட சேர்த்து நம்ம காயப்பொடி தான் போட்டிருக்கு ഇതൊന്ന് ഓഫ് ആയി ഇത് വന്നിട്ട് 5 വിസിലാച്ച് ഇനി വേണമാ ഒന്ന് തിളക്കുക അത് ഓഫ് ചെയ്തോ அதோட சேர்ந்து இருந்து திளக்கட்டும் അതെ குக்கர்ல இருந்து திளக்கட்டும் நல்லா கிண்டுங்க ஃப்ரை பண்ணி இருக்குங்க യെസ് ഗൈസ് അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ പൊങ്കൽ ചോറ് തമിഴ് தப்பா இருக்கு சாரி மன்னிச்சிடுங்க இது நம்ம வச்ச அரி பொங்கல் ரைஸ் வந்து செட்டா இருக்கு கேஸ் ഒക്കെ போயிருக்கு அதோட சேர்ந்து இந்த கூட்டும் செட்டா இருக்கு மிஸ் பண்ணலாமா തുറക്കാം மிக்ஸ் பண்ணலாமா கேட்டா துறக்கம் தான் சொல்லிட்டு இருக்கு நான் துறക്കാം அண்ணாச்சி செம்ம இருக்கு ஆயிவா எல்லாமே சூப்பரா இருக்கு அதே பொங்கலோட வாசனை மூக்கில் தான் அடிச்சு ஏறுது பங்காளிகளே ஓகே நம்ம ப்ரிப்பேர் பண்ண இந்த மிக்ஸ் வந்து போடலாம் நீ போடலாம் നീ പൊട്ടുകോ അണ്ണാ നീ താൻ പോടണം ഞങ്ങളുടെ കുടുംബത്തിൽ വന്നിട്ട് പുരുഷൻ താൻ മുഖ്യം ആഹാ
அந்த வாசனை അന്തസ് இதோட சேர்ந்து நம்ம கொஞ்சம் നന്നായിട്ട് വന്നിട്ട് മിക്സ് பண்ணலாம் எண்ணெய் இல்ல வெண்ணெய் இது 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 എണ്ണ അത് വന്നിട്ട് കൊഞ്ചം പോട്ടാ മതി കാരണം ഓൾറെഡി എണ്ണ പോട്ട് ഇருக்கு നമ്മള് സോറി എണ്ണയല്ല ഇത് വന്നിട്ട് നെയ് ഗീ நெய் നെയ് ஆஹா என்ன ஒரு வாசனை அருமை அருமை അറമയാർന്ന പൊണ്ണിട് பங்காளிகளே எங்களோட பொங்கல் வந்து பிரமாதமா வந்திருக்கு അതെ உங்களுக்கு என்ன ടേസ്റ്റ് ഇருக்கு உனக்கு என்ன தோணுது ഇത്തവണ ഫസ്റ്റ് ഞങ്ങ താൻ இத்தவணையும் ஃபர்ஸ்ட் எங்களோடதா எங்க ஒரு காட்டு காட்ட போறேன் நீங்க பாருங்க ജസ്റ്റ് റിമെമ്പർ ദാറ്റ് அப்படிதான் അപ്പൊ ഇതാണ് നമ്മുടെ ഫൈനൽ പൊങ്കൽ நண்பா நண்பி അതെ அடேங்கப்பா பங்காளிகளே വണക്കം வணக்கம் யாரு நீ யாருன்னு கூப்பிட்ட பங்காளிகளா பங்காளிகளே பங்காளிகளே நல்லா இருக்குங்களா? സൗഖ്യമാ இருக்கா என்ன சமைச்சு வச்சிருக்கு? எல்லாரும் எப்படி இருக்கீங்க சௌக்கியமா நல்லா இருக்கு. உடம்பெல்லாம் எப்படி இருக்கு ரொம்ப ரொம்ப நல்லா இருக்கு காத்தால என்ன பண்ணி வச்சிருக்க ഞങ്ങ வந்து തമിഴ്നാട് ട്രഡീഷണൽ ഫുഡ് പൊങ്കൽ பொங்கல் போக்கிரி பொங்கல் അതെ ഒക്കിരി ഉണ്ടാക്കി போக்கிரி, இது பொங்கல். பொங்கல் எத்தனை இது இருக்கு தமிழ்நாட்டுல ரொம்ப കുറേ ടൈപ്പ് இருக்கு குறைந்த தமிழானோ இல்ல குறை இல்ல நிறைய 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 இருக்கு. நிறைய இருக்கு കൊഞ്ചം education இது என்னோட பொண்டாட்டி അതെ அப்படியா? ദൂരം പൊട്ടിருக்கு அதான் ஆனா நீ எங்க பொங்காட்டி ഇത് എന്നോട് கணவர் ചോദ്യത്തിൽ നിന്ന് പുറത്തു പോയി എത്ര ടൈപ്പ് പൊങ്കൽ ഇருக்கு அது அடுத்து டைவர்ட் பண்றதுக்கு தான் நாங்க இந்த கண்டு ഒരു ട്രഡീഷണൽ ഡിഷ് എടുക്കുമ്പോൾ ബേസിക്കലി ആ ഡിഷിനെ പറ്റി ഒന്ന് അറിഞ്ഞിരിക്കണ്ടേ ആ അപ്പൊ ഒരു ചെറിയ കാര്യമല്ലേ കുറച്ചുകൂടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കിക്കൂടെ அப்பவே சொல்லிருது നിനക്ക് നോക്കിക്കൂടെ ഇത് സാമ്പാർ சாம்பார் எங்களோடது கிடையாது പിന്നെന്തിനാ പ്ലേറ്റ് அது വെച്ചിട്ട് கார்னிஷ் பண்றதுக்கு வச்சது ശരി അപ്പൊ ഗാർണിഷ് കൊള്ളാം അടിപൊളി അനീഷണം പൊങ്കൽ കഴിച്ചിട്ടുണ്ടോ ധാരാളം. അല്ലേ ഞങ്ങള് ഈ തമിഴ് സീരിയൽസ് ചെയ്യുന്ന സമയത്ത് ബ്രേക്ക്ഫാസ്റ്റിനോട് എല്ലാ ദിവസവും ഞാൻ ഒരു 4-5 വർഷം തമിഴ്നാട്ടിലുണ്ടായിരുന്നു. പൊങ്കൽ തമിഴ്നാടിൻ്റെ ഒരു ഇമോഷണൽ ആഹാരമാണ്. അതെ അതെ ആ ഇമോഷണൽ ഫുഡിന് ഏകദേശം ഒരു 80-90% ജസ്റ്റിഫൈ ചെയ്യാൻ നാദരയ്ക്ക് പറ്റിയിട്ടുണ്ട്. நாதரே விஷ்ணு நாங்க வந்து ஒரு டீம் தான் താങ്ക് യു അത് എപ്പോഴും പറയുന്നത് നാദിരാണ് നാദിരാണ്. நாதர അല്ലല്ല കൊണ്ടുവരുന്ന ഞാനാണെങ്കിലും വിഷ്ണുവിന് അതൊരു ഡെഡിക്കേഷൻ എടുക്കണം എന്നാ വിഷ്ണുവിനോട് ഒരു ചോദ്യം, ഇതിനു മുമ്പ് പൊങ്കൽ കഴിച്ചിട്ടുണ്ടോ? കഴിക്കാത്ത വിഷ്ണു ഒരു പൊങ്കൽ ട്രൈ ചെയ്തു, ജസ്റ്റിഫൈഡ് ആണ്. പക്ഷേ വീണ്ടും അതിനകത്തൊരു സോൾട്ടിൻ്റെ ഒരു 1 പോയിന്റ് താഴോട്ട് നിൽക്കുകയാണ്. ആ ഒരു മേ ബി ഒരു പോയിന്റേ ഉള്ളൂ. അതിന് നമ്മൾ ഓരോരുത്തർക്കും ഓരോ സോൾട്ടാണ്. നോർമലി പലപ്പോഴും അപ്പോൾ ഇതിപ്പോൾ ചമ്മന്തിയായിട്ടും ഇല്ല സാമ്പാറായിട്ട് കഴിക്കാം, ചിലപ്പോൾ അത് കറക്റ്റ്. അപ്പോൾ അതിനൊരു കുറ്റമായി പറയാൻ പറ്റില്ല. ഓക്കെ അല്ലേ? താങ്ക് യു. Milma presents Vira Food Celebrity Kitchen Magic Season 3. Powered by Amrtaveni KSFE, Bima Jewelers, Pankaj Kasturi Ortho Herb and Kerala Bank. सत श्री अकाल त्वाड़ा स्वागत है സെലിബ്രിറ്റി കിച്ചൺ മാജിക് സീസൺ 3 വിച്ച് അല്ല ചേച്ചി നമ്മളിപ്പോ പഞ്ചാബിലാണ്. അയ്യോ അല്ലടാ, നമ്മള് കൈരളിയുടെ നമ്മള് സെലിബ്രിറ്റി കിച്ചൺ മാജിക് സീസൺ 3 തിരുവനന്തപുരത്ത് കൈരളിയുടെ തിരുവനന്തപുരത്തല്ലേ നമ്മളിപ്പോ മറന്നുപോയ ഭാഷ. ഞങ്ങൾ പെട്ടെന്ന് പഞ്ചാബിലേക്ക് ഒന്ന് അയ്യോ സത്യോട്ടെ, ഞങ്ങൾ ഈ കോസ്റ്റ്യൂം ഒക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഈ പഞ്ചാബി കോസ്റ്റ്യൂം എങ്ങനെയുണ്ട് ഗൈസ്, നന്നായിണ്ടോ? എല്ലാവരും ഓക്കെ. അപ്പോൾ ഞങ്ങൾ എന്തായാലും പഞ്ചാബി ഒരു ഡിഷാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എല്ലാവർക്കും നമ്മൾ പക്ഷെ എൻ്റെ മോനൊക്കെ ചിന്മയ സ്കൂളിലായിരുന്നു പഠിച്ചിരുന്നത്, വെജിറ്റേറിയൻ മാത്രമായിരുന്നു.
മിക്കവാറും അവൻ കുഞ്ഞിലേ തുടങ്ങി പനീർ പനീർ പനീർ, അത് പാലക് പനീർ. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പാലക് പനീറാണ്. അപ്പോൾ ഭയങ്കര ഹെൽത്തി ഡിഷാണ്. നല്ല എന്താണ് പറയുന്നത്, അതിൻ്റെ അകത്ത് വേറെ അതെ, നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങളല്ല. അപ്പോൾ നമുക്ക് പാലക് പനീറാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് ഞാൻ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് പറയട്ടെ. നമുക്ക് വേണ്ടത് മെയിൻ പാലക് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ എന്താണ് പനീർ 2 പീസ് എടുത്തിട്ടുണ്ട്. മെയിൻ ഒരു സാധനമാണ് നമ്മുടെ ബട്ടർ, പിന്നെ ക്രീം, കുക്കിംഗ് ക്രീം, പച്ചമുളക്, വെളുത്തുള്ളി, ജീരകം, ഉപ്പ്, ജീരകപ്പൊടി, വെളുത്തുള്ളി, നമ്മൾ അതൊക്കെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നു, പൊടിച്ചു വെച്ചിരിക്കുന്നു. അത്രേ ഉള്ളൂ. കുറച്ച് മല്ലിയില നമുക്ക് ഗാർണിഷിങ്ങിനും. ഇത്ര സാധനങ്ങൾ പെട്ടെന്ന് ചെയ്യാവുന്ന, ഇതിന്റെ ഓതന്റിക് ആയിട്ട് ഇതിന്റെ അകത്ത് വേറെ ഒന്നുമില്ല. കറക്റ്റ് നമ്മുടെ ഈ എന്താണ് ഇതിന്റെ കറക്റ്റ് നല്ല ഒരു എന്താ പറയാ പാലക്കിന്റെ കറക്റ്റ് ടേസ്റ്റിലായിരിക്കും നമ്മൾ ചെയ്യാൻ പോണം. വേറെ ഒന്നും നമുക്ക് എറിച്ച് നിൽക്കാതെ അതിന് തന്നെ ടേസ്റ്റിൽ നമുക്ക് കുക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ കുക്കിംഗിലേക്ക് അതെ അതെ, നമ്മൾ തിളപ്പിച്ച വെള്ളത്തിലേക്ക് വേണം പാലക്കിന് ഇടാനായിട്ട്. അതിനകത്ത് നമ്മളൊന്ന് വെന്ത് കിട്ടണം. അത് ഇട്ട് തിളപ്പിക്കാൻ പാടില്ല. പിന്നെ അതിനകത്ത് കിടന്ന് ഒരു മിനിറ്റ് 2 മിനിറ്റിനുള്ളിൽ തന്നെ അത് നല്ല വെന്ത് കിട്ടും. അപ്പൊ തന്നെ എടുത്ത് നമുക്ക് ഐസ് വാട്ടറിലേക്ക് ഇടണം. അങ്ങനെയാണ് എൻ്റെ കസിൻസ് ഒക്കെ ഉണ്ട് നോർത്ത് ഇന്ത്യയിൽ. അപ്പോൾ അവർ ചെയ്യുന്ന രീതിയിലാണ് ഞാൻ പണ്ട് തുടങ്ങി ചെയ്യുന്നത്. എൻ്റെ മനുവിൻ്റെ കസിൻസ് കുറേ പേര് നോർത്ത് ഇന്ത്യയിലാണ്. അപ്പോൾ സുശീല ചേച്ചിയൊക്കെയാണ് എനിക്കിത് ആദ്യമേ പറഞ്ഞു തരണത്. ഇത് എളുപ്പമാണ്. ഞാനിങ്ങനെ കൺഫ്യൂഷൻ, കാരണം നമ്മൾ വീട്ടിൽ എപ്പോഴും നോണല്ലേ കൂടുതൽ. അപ്പോൾ എന്ത് പച്ചക്കറി കൊച്ചുങ്ങൾക്ക് കൊടുത്തു വിടും എന്നൊക്കെ പറയും. പനീർ ചെയ്യുക, അപ്പോൾ നല്ലതല്ലേ, പ്രോട്ടീനാണല്ലോ, സോയാ ചങ്ക്സ്. അപ്പോൾ അതിൻ്റെ പല പല വെറൈറ്റികൾ പറഞ്ഞു തന്നിരിക്കുന്നത് എല്ലാം ഞങ്ങളുടെ സുശീല ചേച്ചിയാണ്. അപ്പോൾ ഓക്കെ, എടുത്തോ. ഈ ഡ്രസ്സൊക്കെ ഇട്ടപ്പോഴേക്കും നമ്മുടെ പറ്റപ്പാടാണ്. പിന്നെന്താ, അപ്പൊ ഞങ്ങൾ ബോലി തരാര വെച്ചിട്ട് ചില ചുവടുകൾ വെക്കാൻ പോകും. ഞങ്ങൾ കംപ്ലീറ്റ് ഇന്ന് പഞ്ചാബ് സ്റ്റൈലാണ് പാട്ടും. അതെ, നമ്മുടെ തുടക്കം തന്നെ അതെ അതെ അതെ, പഞ്ചാബിലായിരുന്നു ഞങ്ങളുടെ തുടക്കം. ഓക്കെ, അപ്പോൾ തിളച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ പാലക് പനീർ ഇടുന്നു. ഇത് ജസ്റ്റ് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇതൊന്ന് ഇതാവും, ഒന്ന് വാടിയേ അതിന്റെ ഒരു അതിന്റെ ഒരു കിടന്നിട്ട് ഇതിനൊന്ന് ഒരു കുക്കിംഗ് അല്ല, ഒന്ന് വാടണം. അതെ അതെ, അപ്പൊ തന്നെ നമുക്ക് എടുത്തിട്ട് ഇതിലേക്ക് തന്നെ ഇടാം. ഓക്കെ, പാട്ടൊക്കെ ഇട്ട് ഇവിടെ നിൽക്കുന്നതായിരുന്നു. സത് ശ്രീ അകാൽ, ത്വാഡാ സ്വാഗത് ഹൈ സെലിബ്രിറ്റി കിച്ചൺ മാജിക് സീസൺ 3 വിച്ച്. ചേച്ചി സമ്മതിച്ചു. ഞാൻ കറക്റ്റ് ആണല്ലോ പറഞ്ഞത്. കൂളിംഗ് ഗ്ലാസ് എടുത്തിട്ട് പറ. ചേച്ചി പറഞ്ഞോ. ഞാൻ ജസ്റ്റ് നോക്കണം. അല്ല, ഞങ്ങൾ രണ്ടൊരു കാണാപ്പടം പഠിച്ചു വെച്ചായിരുന്നു. ഞാൻ പറഞ്ഞത് സത് ശ്രീ അകാൽ. നന്നായി വരട്ടെ. സത് ശ്രീ അകാൽ, ത്വാഡാ സ്വാഗത് ഹൈ സെലിബ്രിറ്റി കിച്ചൺ മാജിക് സീസൺ 3 വിച്ച്. ഒരു കാര്യത്തിൽ സമ്മതിക്കണം, നമ്മൾ അത് ആ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിനോട് ഒരു ആത്മാർത്ഥം കാണിച്ചു നിങ്ങൾ അല്ലേ, ഒരു ശ്രമം. അതെ അതെ, നമ്മൾ വേറൊരു സ്റ്റേറ്റ് എടുക്കുകയല്ലേ, അപ്പൊ ഒന്ന് വിചാരിച്ചൊന്നാ അതിലേക്ക് എന്തെങ്കിലും പറഞ്ഞേക്കാം. അവരുടെ ആ ഡ്രസ്സും സൂപ്പർ ആയിരുന്നു. നിങ്ങളുടെ പ്രസന്റേഷൻ അടിപൊളിയായിരുന്നു. നമ്മള് പാലക് പനീറാണ് കഴിച്ചിട്ടില്ലേ? കഴിച്ചിട്ടുണ്ട്. അപ്പൊ അന്ന് അത് തനതായ രീതിയിൽ വേറെ ഒന്നും അതിക്രമിക്കാതെ എന്റെ മോന് കുഞ്ഞില്, കാരണം അവൻ ചിന്മയായിരുന്നു, അപ്പൊ വെജിറ്റേറിയൻ മാത്രം. അപ്പൊ അതുകൊണ്ട് ഞാൻ പനീറൊക്കെ എപ്പോഴും മോന് കുഞ്ഞ് സ്കൂളിൽ കൊടുത്തുകൊണ്ടിരുന്ന സാധനമായിരുന്നു. പനീറിന്റെ പല പല വെറൈറ്റി, പാലക്ക്, പിന്നെ സോയാ ചങ്ക്സ് ഒക്കെ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് അതൊരു വലിയ സംഭവമല്ല, അത് സ്ഥിരം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനം അതേപോലെ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ വെജിറ്റേറിയൻസിന്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു ഭക്ഷണമാണ് നമ്മൾ ഈ നോൺ വെജ് കഴിക്കൂലേ, ചില്ലി ചിക്കൻ, ഇതൊക്കെ പകരമായിട്ട് ചില്ലി പനീർ, പനീർ 65, പനീർ ബട്ടർ മസാല. ഓ അടിപൊളി. പാലക് പനീർ ഗംഭീരാവട്ടെ. ഞങ്ങൾ കഴിക്കാൻ വേണ്ടി ഹിന്ദിയിൽ നമുക്കൊന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചാലോ? हमारा पालक पनीर अभी रेडी हो जाएगा. धन्यवाद. धन्यवाद. यहाँ आने के लिए आपको धन्यवाद. धन्यवाद.
अपना आना मना है ओके कुछ कुछ होता है हमारा तुम्हारा इടപാട് नहीं है ഓണം ओणम केरल के एक विशेष त्योहार है विशेष श्रावण त्योहार महीने में है। आता है महीने ओणम के में दिन लोग आता है। खुशियां मनाता है मनाता है। ओणम के दिन हिंदी में लोग नहीं नए नए मालूम। कपड़े जीतते हैं ओके ओके चले अब दोनों के चलो चलो अब दोनों चलो ला, 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 ला। ചേച്ചിയുടെ മൂവ്മെന്റ് നോക്കണം ഐറബ ഐറബ ഓക്കെ അവർ അധികം ആടില്ല അനങ്ങില്ല അതെ, അതെ, അതെ. ഇല്ല ആകെ ഇത് മാത്രം അയ്യോ അത്ര തന്നെ പിന്നെച്ചി അനങ്ങാൻ പറ്റില്ല എല്ലായിടത്തും ഇങ്ങനെ പിന്നു വെച്ച് ഇങ്ങനെ set ചെയ്തിട്ടേക്കാ. ഏപ്പലാനിട്ട് ഒരു കണക്കിനാണ്. അത് തന്നെ ഇതൊക്കെ ഇട്ടത് തന്നെ ഒരു ഒന്ന് കണക്കിനാണ്. അങ്ങടോ ഇങ്ങടോ തീർന്ന് ആ മൂക്കി കിടക്കണ സാധനം അഴിച്ചുവിടാൻ നോക്കണേ. ഞാൻ വളരെ ശ്രദ്ധിച്ചാലടാ തുമ്മിയാ പോയി ചേച്ചി എന്തൊക്കെ തുമ്മിയാ അവിടെ പറഞ്ഞു കിടന്നു ചേച്ചി എന്തൊക്കെ പറഞ്ഞു അത് പാല് ഒന്ന് അങ്ങടോ ഇങ്ങടോ അനങ്ങിയാ അനങ്ങിയാ പോയി. പോയി, ചേച്ചി, എല്ലാം പോയി. അതിന്റെ കഷ്ടധാരണ ഇവനോട് ഒരെണ്ണം വെച്ചോളൂ അയ്യോ, വേണ്ട, വേണ്ട, അതെ, വേണ്ട. അതെ, അതെ. ഞാൻ ഇത് തന്നെ ഒരു വെറുതെ കണക്കിന് ഇങ്ങനെ വെച്ചേക്കണത്. കാണിച്ചിട്ട്. അതെ അതെ ആ, അതെ അവൻ അപ്പൊ എന്തായാലും സംഗതി ഉഷാറാവട്ടെ ഓൾ ദ ബെസ്റ്റ് ओके താങ്ക് യു മക്കളെ आपका All the best. आ गया धन्यवाद धन्यवाद कंग्रेचुलेशन हो जाएगा ठीक है ओके ഓക്കെ ठीक है ബൈ ഇത് കണ്ടോ മൺപാടി കണ്ടോ ആ, അതെ. പെട്ടെന്നായല്ലോ. പെട്ടെന്നാവും അതെ തന്നെ അപ്പൊ തന്നെ അങ്ങോട്ട് കുഴയും അത് ഒരു 5 മിനിറ്റ് പോലും എടുത്തില്ല ഇല്ല 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 2-3 മിനിറ്റ് മതി Maximum. മാക്സിമം അതെ 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 ആ അതിനൊന്ന് തണ്ടൊക്കെ ഒന്ന് ആ ഫ്രഷ്നെസ് പോയി ഒന്ന് ഇത് കണ്ട കുഴഞ്ഞു ആ, 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 ആ. അത് ആയാൽ നമുക്ക് ഓക്കെയാണ് ഓക്കെ ആ ഐസ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടേ ഇതിലേക്ക് നമ്മൾ ഇതിന് ഉടനെ തന്നെ ഇടണേ? ഉടനെ തന്നെ അതിൻ്റെ അകത്തേക്ക് ഇടാണ് ഓക്കെ ഇത് മാറ്റിക്കോ മോനെ അപ്പൊ നമ്മൾ ഐസ് വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചതാണ് ഒന്ന് ഇതിനെ നമ്മൾ തണുക്കാനായിട്ട്. ഒന്ന് പിഴിഞ്ഞിട്ട് കേട്ടോ ഓക്കെ കണ്ടോ വന്നപ്പോ ഒത്തിരി ഉള്ളു സാധനം കണ്ടോ വളരെ ആ വളരെ കുറച്ചുള്ളൂ അതാണ് കണ്ടോ അത് കണ്ടോ അത്രയും നല്ല പേസ്റ്റ് അത്രയും നന്നായിട്ട് അത്ര അരിയണം, നന്നായിട്ട് അല്ലേ? അരിഞ്ഞു കിട്ടണം അറിയണം ഓക്കെ അപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് ബട്ടറാണ് ഫുൾ ഉപയോഗിക്കുന്നത് അതിന്റെ അകത്ത് ഈ ജീരകം പൊട്ടിക്കാൻ വേണ്ടി മാത്രം ഒരു നുള്ള് വെളിച്ചെണ്ണ. കേട്ടോ, ആ നുള്ള് വെളിച്ചെണ്ണ ഇടുന്നുണ്ട് ഓക്കെ ഓക്കെ അതിൻ്റെ അകത്തേക്ക് ഒരു ജീരകത്തിന്റെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കാനും പാടില്ല പക്ഷെ ഇത് ഇവരുടെ നോർത്ത് ഇന്ത്യൻ ഡിഷസിലെല്ലാം മെയിൻ ജീരകം അയ്യോ അവരുടെ ജീരകം എല്ലാത്തിനും എന്ന് പറഞ്ഞാ- ജീരകമാണല്ലേ ആ ഫുൾ ജീരകത്തിന്റെ കളിയാണ് അവിടെ ജീരകപ്പൊടി എല്ലാത്തിനും ഇപ്പൊ നമ്മള് അവരുടെ പഞ്ചാബി ധാബയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ അവരുടെ ഇതിലൊക്കെ മൊത്തത്തില് ഇതാണ് ചേച്ചി പോയിട്ടുണ്ടോ കിടക്കുന്നത് അവിടെ? പിന്നെ ഞാൻ ധാബ കഴിച്ചിട്ടുണ്ട് ഭയങ്കര ടേസ്റ്റ് ആണല്ലേ ഭയങ്കര ടേസ്റ്റ് ഇതിലേക്ക് നമ്മൾ ഒരു ബട്ടറിന്റെ നല്ലൊരു പീസ് അങ്ങോട്ട് ഇടണം കേട്ടോ ബട്ടർ പീസ് നമുക്ക് ഇത് കാരണം ഇതിന് ബട്ടറിലാണ് ഇതിന്റെ Preparation. cooking. ആ ഭയങ്കരമായിട്ടിരിക്കണം അപ്പൊ അതുകൊണ്ട് നമ്മൾ നല്ലൊരു പീസ് അപ്പൊ അത് ഒന്ന് മെൽറ്റ് ആകുമ്പോഴേക്കും നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇടേണ്ട സാധനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ആദ്യം ഇടേണ്ടത് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി. വെളുത്തുള്ളി ഒരു ഭയങ്കര മെയിൻ ഇൻഗ്രീഡിയന്റ് ആണ് ഇതിന്റെ ഓക്കെ നമ്മൾ കുറച്ച് വെളുത്തുള്ളി ഇട്ടു വെളുത്തുള്ളി മാത്രം നല്ലൊരു ബ്രൗൺ ആവണം കേട്ടോ ചെറിയ ബ്രൗൺ കളർ ആവണം ആ ചെറിയ ബ്രൗൺ കളർ ആവണം ആ ഒരു ബ്രൗൺ കളർ ആയിട്ടുണ്ട് ആയിട്ടല്ലേ? ആ ആയിട്ടുണ്ട് ആയിട്ടുണ്ട് അപ്പൊ അതിലേക്ക് നമ്മൾ കുറച്ച് നന്നായിട്ട് കുറക്കണം നന്നായിട്ട് കുറയ്ക്ക് കുറച്ച് ഇഞ്ചിയും കൂടെ നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണേ ഇഞ്ചിയുടെ ചെറിയൊരു ഇത് ഓക്കെ നന്നായിട്ട് കുറച്ചുണ്ട് അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഒനിയൻ കേട്ടോ ഒനിയൻ അത്രയും വേണം ഒരു ഒനിയനെ നമ്മൾ എടുത്തിരിക്കുന്നത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ആ ഒനിയൻ ഒന്ന് പെട്ടെന്ന് ആയി കിട്ടും അപ്പോൾ ലാസ്റ്റ് നോക്കിയിട്ട് നമുക്ക് ഫൈനൽ ഇത് നമുക്ക് പിന്നെ ചെയ്യാം ഓക്കെ ഓക്കെ ഇതിൽ ഓ ആ ബട്ടറിന്റെയും വെളുത്തുള്ളിയുടെയും സവാളയുടെയും എല്ലാത്തിന്റെ ഒരു സ്മെല്ല് വേറൊരു സാധനം കൂടി ഇനി ഇടാനുണ്ട് ഞാൻ വിട്ടുപോയി പച്ചമുളക്. പച്ചമുളക് ഒരു അധികം ഇത് വേണ്ട ജസ്റ്റ് ഒരു ആ ഒരു ഇത്തിരി പച്ചമുളക് ഇതിനകത്തൊന്നും എരിവില്ല ഈ സാധനത്തിനൊന്നും അധികം ഈ പനീറിനൊന്നേ അധികം എരിവില്ല ഇത് എൻ്റെ ഒരു സ്പെഷ്യൽ ഇതാണ് ഒരു ഇത്തിരി ഒരു പൊട്ടിക്ക് ഒരു നുള്ള് മറ്റേ കാശ്മീരി ചില്ലി അത് ഞാൻ ആ ഇത് ഞാൻ ചെയ്യുമ്പോൾ കുക്ക് ചെയ്യുമ്പോൾ ഇടുന്നതാണത് കേട്ടോ അപ്പോൾ ഒനിയൻ നമ്മുടെ ഇതും വാടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിലേക്ക് നമ്മൾ നമ്മുടെ ഇതിനെ ഇങ്ങോട്ട് തട്ടുന്നു ഓക്കെ അങ്ങനെ പാലക് പനീർ റെഡി ആവാൻ പോകുന്നു ഞാനൊരു നുള്ള് ജീരകത്തിന്റെ പൊടി ഉണ്ട് കേട്ടോ ജീര പൗഡർ അതിന്റെ ആ ഒരു ഫ്ലേവർ കിട്ടണം ജീരകത്തിന്റെ അപ്പൊ അതും കൂടി ഒന്ന് ഇടുന്നുണ്ടേ
തിരച്ച് നമ്മൾ അതിലേക്ക് പനീറിനെ ഇങ്ങോട്ട് തട്ടുകയാണേ. അപ്പൊ ഗൈസ് ഇതാ നമ്മുടെ കുക്കിംഗ് ക്രീം കൂടി ആഡ് ചെയ്യാൻ പോണിന്റെ അകത്തേക്ക്. അതിട്ടിട്ട് ഒന്ന് ചൂടാവണം, എന്നിട്ട് വേണം നമുക്ക് പുറത്ത് ഇത് ചെയ്യാൻ. ഓക്കെ, ഗാർണിഷ് ചെയ്യാൻ. അപ്പൊ നമ്മുടെ പാലക് പനീർ റെഡി ആയി കഴിഞ്ഞു. അപ്പൊ നമുക്ക് ഇതിലേക്ക് സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം. എന്നിട്ട് ബാക്കി ഗാർണിഷ് ചെയ്യാം. ഓക്കെ. നമുക്കിത് ഗാർണിഷ് ചെയ്യാം. ഗാർണിഷ് ചെയ്യാനായിട്ട് നമ്മുടെ ക്രീം എടുത്തിട്ട് ഒരു ബട്ടർ പീസ് അതിന്റെ മുകളിലേക്ക് ഒന്ന് ഇത് ചെയ്തിടണം. ഒരു ചെറിയ പീസ് അങ്ങോട്ട് മെൽറ്റായിട്ട് അതിൻ്റെ അകത്തേക്ക് ഇറങ്ങിക്കോളും. അതിൻ്റെ കൂടെ നമ്മളിതാ ഇവിടെ ഇങ്ങനെ കുറച്ച് മല്ലിയില നമ്മുടെ ഇങ്ങനെ ഗാർണിഷ് ചെയ്യാൻ വെച്ചു. കഴിഞ്ഞു. യെസ്, തീർന്നു. നമ്മുടെ ഇത് റെഡിയായി. പാലക് പനീർ റെഡിയായി. അപ്പോ മലയാളമല്ല, ഹിന്ദി. दोस्तों, भाइयों और बहनों, हमारा पालक पनीर तैयार है. स्वादिष्ट पालक पनीर आप खुशी से खाओ ना प्लीज. ഇത്ര ഹിന്ദി ഞങ്ങൾക്ക് അറിയുള്ളൂ. അപ്പൊ ഞങ്ങളുടെ സ്വാദിഷ്ടമായ പാലക് പനീർ തനിമയാർന്ന, അതിനകത്ത് ഒരു ഓവർ സാധനങ്ങളൊന്നും ഞങ്ങൾ ചെയ്യാതെ സിമ്പിൾ പാലക്കും പനീറും ബട്ടറും മാത്രമാണ് അതിൻ്റെ അകത്ത്. പിന്നെ ഉള്ളത് ചെറിയ അത് നമുക്ക് വേണമല്ലോ, ഇഞ്ചി വെളുത്തുള്ളി അങ്ങനത്തെ ചെറിയ ചെറിയ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. ബാക്കി നമ്മുടെ ടേസ്റ്റ് മേക്കർ കുക്കിംഗ് മറ്റേ ക്രീം ഇട്ടിട്ടുണ്ട്. ബാക്കി ഒന്നുമില്ല. മല്ലിയില നമ്മുടെ ഇതിന് മാത്രമാണ്. അപ്പൊ അതെ, ഗാർണിഷിങ്. അപ്പൊ ഞങ്ങളുടെ ഡിഷ് റെഡി. പാലക് പനീർ റെഡിയായി, തയ്യാർ ഹേ. അപ്പൊ എന്തായാലും നിങ്ങളിത് പ്രിപ്പയർ ചെയ്ത് ഉണ്ടാക്കിയിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളതൊന്ന് പറയണം, കമന്റ്സ് അറിയിക്കണം കേട്ടോ. ഓക്കെ, ബൈ. താങ്ക് യു. Milma presents Fira Food Celebrity Kitchen Magic Season 3. Powered by Amrtaveni KSFE, Bima Jewelers, Pankaj Kasturi Ortho Herb and Kerala Bank. നമസ്കാരം. മലയാളികളാണോ? അല്ല, നേരത്തെ എന്താ പറഞ്ഞില്ല? നമസ്കാർ. ഏത് നാട്ട്? നേരത്തെ ഞങ്ങൾ വന്നപ്പോ എന്തൊക്കെ പറഞ്ഞിരുന്നു. ഇവിടെ ഞങ്ങൾക്കൊന്നും പറയാനില്ല. അങ്ങനല്ല, നമസ്കാരം. പഞ്ചാബി. ഇത് വെറുതെ ഒരു പാലക് പനീറാണ്. പാലക് പനീർ നിർമ്മാണം അങ്ങനെ എന്തെങ്കിലും നിർമ്മാണവും ഇല്ല. വെറുതെ ഗീർമാണങ്ങളൊന്നും ഇല്ല. പഞ്ചാബി ചൂസ് ചെയ്യാൻ കാരണം ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് വേണമല്ലോ. അപ്പൊ അതർ സ്റ്റേറ്റ് നോക്കിയപ്പോ ഞാൻ വീട്ടിൽ സ്ഥിരം ഉണ്ടാക്കണ സാധനമാണ് പനീർ എല്ലാം. മോൻ കുഞ്ഞു ഡിഷ് വെച്ചങ്ങ് ക്യാരക്ടറായി. അതെ, അത്രേ ഉള്ളൂ. എന്റെ മോന് ഉണ്ടാക്കി കൊടുക്കുന്നതാണ് പനീർ എല്ലാം ഞാൻ ഉണ്ടാക്കി കൊടുക്കും. ഹിന്ദിയിൽ എങ്ങനെയാണ് ഇതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? ഹിന്ദിയില് ഞാൻ ഇതിനെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. പാലക് പനീർ ഹിന്ദിയിലൊന്നും പറയാൻ പറ്റുമോ? രണ്ടുപേര്. ये हमारा नया पालक पनीर बहुत रुचि अच्छा है. आपको टेस्ट चेक करो. ഹിന്ദി മീഡിയം ആണല്ലേ? टेस्ट करेगा, जरूर टेस्ट करेगा प्लीज. प्याज है, चिल्ली है, अचार है.
നന്നായിട്ടുണ്ട്. നീ കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്തോ. താങ്ക് യു. ആ പാലക്കിൻ്റെ ഫ്ലേവർ ഉണ്ട്. അതുപോലെ തന്നെ സിമ്പിളാണ്, പക്ഷെ നന്നായിട്ടുണ്ട്. താങ്ക് യു. കഴിച്ചോ. ഏറ്റവും ഈ ആലു പൊറോട്ടയുടെ കോമ്പിനേഷൻസ് ആണ്. നോർത്ത് ഇന്ത്യൻസ് കൂടുതലും ഉള്ളി കഴിക്കും, ഇതിൻ്റെ കൂടെ തൈര് കഴിക്കും അല്ലേ, പിക്കിൾ കഴിക്കും. അപ്പം പാലക് പനീർ ആയതുകൊണ്ട് അത് മാത്രമേ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുന്നുള്ളൂ. നന്നായിട്ടുണ്ട്. താങ്ക് യു. താങ്ക് യു. അടിപൊളി. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു. उधर से उधर से देखने खत्म हो गए. ओके, कदम नहीं, अच्छा കുദാഗതം. कुदागदम. Milma presents Fira Food Celebrity Kitchen Magic Season 3 Powered by Amrtaveni KSFE, Bima Jewellers, Pankaj Kasturi Ortho Herb and and Kerala Bank. അപ്പോ ഇപ്പൊ രണ്ടുപേരുടെ കുക്കിംഗ് കഴിഞ്ഞു. ഇനി എന്താ പരിപാടി? നമ്മള് അവര് ഈ പറഞ്ഞ പോലെ നമ്മുടെ നവീന്റെ ഒക്കെ പാലക് പാലക് പനീർ പനീറും റൊട്ടി പൊറോട്ട, ആലു പൊറോട്ട. പക്ഷെ അവിടെ തന്നെ ഷെഫ് അത് നോക്കിയപ്പോഴേ കുറച്ചൊരു സമാധാനം, കുറച്ച് ആ ഒരു ടേസ്റ്റ് ഒക്കെ നോക്കി. അത് എന്തെന്നറിയാമോ, നമുക്ക് അല്ലെങ്കിൽ അതിന്റെ ചൂട് മാറുന്നതിന് മുമ്പ് കഴിക്കാൻ. അല്ല, പലപ്പോഴും നമ്മൾ തോക്കാനുള്ള കാരണം അത് തന്നെയാണ്. നമ്മൾ ആ ഫ്രഷ് ആയിട്ട് നിൽക്കും, അത് കഴിഞ്ഞ് അവിടെ എത്തിക്കഴിയുമ്പോൾ അതും ഒരു കാരണം. അതും കൂടി ഒരു കാരണം. നാദരേന്റെയും വിഷ്ണുവിന്റെയും പൊങ്കൽ, അത് നല്ല അഭിപ്രായം, നല്ല കമന്റ്. അപ്പൊ എല്ലാരും നല്ല ഇതിൽ നിൽക്കുകയാണ്. ഇനിയിപ്പോ നാളെ ക്രിസും നമ്മുടെ ദീപനുമാണ് നാളേക്ക് പാചകം ചെയ്യേണ്ടത്. കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും അല്ലേ? വെയിറ്റ് ചെയ്യേണ്ടി വരും, കാരണം സമയമില്ലല്ലോ. സമയവും കാലവും കാത്തിരിക്കാത്തതുകൊണ്ട് നമുക്കിന്ന് ഈ പറഞ്ഞ പോലെ നിറഞ്ഞ മനസ്സോടെയാണ് നമ്മൾ പോകുന്നത്. കാരണം നല്ല വർണ്ണാഭമായ ഒരു സന്ധ്യയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർക്കായി നമ്മൾ ഒരുക്കിയത്. നല്ല നമ്മുടെ വിവിധ സംസ്ഥാനങ്ങളിലൂടെ ഒരു യാത്ര, ഒരു ഓട്ടപ്രദർശനം നടത്തിയിട്ട് നമ്മൾ ഇന്ന് യാത്ര പറയുന്നു. നാളെ വൈകുന്നേരം വീണ്ടും കാണാം. അപ്പോ മിൽമ പ്രസൻസ് ഫിറ ഫുഡ് സെലിബ്രിറ്റി കിച്ചൺ മാജിക് സീസൺ 3 പവേർഡ് ബൈ അമൃതവേണി KSFE, Bima Jewellers, Pankaj Kasturi Ortho Herb and Kerala Bank. അപ്പോ നാളെ രാത്രി വീണ്ടും കാണാം. ചാച്ചാ. Crockery partner Minolta, AC and healthy cooking. Anish Ravi costume sponsored by Dhanya Furniture, Kottarakara.